പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭയുടെ പ്രോട്ടൈം സ്പീക്കറായി ഒരു സംഘി എം പിയെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചിരിക്കുന്നു. അതെ, വി ഡി സതീശന്റെ പ്രതിപക്ഷം ഇത് കേൾക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ കേന്ദ്രത്തിന്റെ നീതി നിഷേധത്തിനെതിരെ, ജാതി തരംതിരിക്കലിനെതിരെ ശക്തമായി നേരിട്ട് നരേന്ദ്രമോദിയോട് പ്രതികരിച്ചിരിക്കുന്നത്, ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അതും സംസ്ഥാന നിയമസഭയിൽ. ഇതിലെന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? നിങ്ങളുടെ എം പി കൊടിക്കുന്നിൽ സുരേഷിന് ലോക്സഭയിൽ നേരിടേണ്ടി വന്ന കന്യ അപമാനത്തിനെതിരെയാണ് നിങ്ങൾക്കൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാ പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിന് വേണ്ടിയാണത്. വി ഡി സതീശനും പ്രതിപക്ഷവും ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു നോക്കണം. ഇതുപോലെയല്ലേ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ധനവിഹിതം നൽകാതെ അത് വെട്ടിക്കുറച്ചത് രണ്ടാം മോദി സർക്കാർ? എന്നിട്ട് സംസ്ഥാനം എന്ത് ചെയ്തു? അതിനെതിരെ ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്തു. അപ്പോൾ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് പ്രതികരിച്ചു? സംസ്ഥാന സർക്കാരിൻ്റെ തട്ടിപ്പാണ്, മോദി സർക്കാരിനെതിരെ ഞങ്ങൾ സമരത്തിനില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രതികരിച്ചോളാം, നിങ്ങൾ അവിടെ പോയി സമരം ചെയ്തോ എന്ന്. അപ്പോൾ എന്തായി? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് പ്രതിനിധികളും ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്തു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വരെ അതിന് പിന്തുണയുമായി അവിടെ ചെന്നു. അവരും ഇതുപോലെ തൊട്ടടുത്ത ദിവസം ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ഇരുന്നു, അർഹിക്കുന്ന വിഹിതം നേടിയെടുക്കാനായിട്ട്. എന്തിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവിടെ പോയിരുന്നത്? കേരളത്തിന് വേണ്ടിയിട്ടാണ്. അതാണ്, ഇതും കേരളത്തിൻ്റെ ഒരു അവകാശമാണ്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രോട്ടം സ്പീക്കർ പദവി അത് സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനും വ്യക്തമായി അറിയാം അത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു അർഹമായ അവകാശമായിരുന്നു എന്ന്. അല്ലാതെ കൊടിക്കുന്നിൽ സുരേഷ് ഒരു കോൺഗ്രസ്സുകാരനല്ലേ, അപ്പോൾ പിന്നെ കിടന്ന് അനുഭവിക്കട്ടെ എന്നല്ല. കൊടിക്കുന്നിൽ നേടേണ്ടി വന്ന മോദി സർക്കാരിൻ്റെ വക അപമാനം, അനീതി, അതിനെതിരെ തന്നെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് തന്നെ നിയമസഭയ്ക്കുള്ളിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഓരോ കാര്യവും. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ട് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് BJPയുടെ മറുപടി എന്ന് മുഖ്യമന്ത്രി മുഖത്തടിച്ച് ചോദിക്കുന്നു നരേന്ദ്രമോദിയുടെ. പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ധാർഷ്ട്യം തന്നെയാണ് BJPക്ക്. ഇക്കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടാം ടൈമിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 5 വർഷവും അവർ ഒഴിച്ചിട്ടു. പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെങ്കിലും ആ സ്ഥാനത്ത് വന്നിരിക്കാൻ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു അതിന് പിന്നിൽ. BJP നേതൃത്വത്തിന്റെ ധിക്കാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതെ, അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താൻ കേരളത്തിലെ CPM മുഖ്യമന്ത്രി മാത്രമാണ് എന്നല്ല, കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മുഖ്യമന്ത്രി. ഈ മൂന്നാം മോദി സർക്കാരിലെങ്കിലും കോൺഗ്രസിന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്താണ് യഥാർത്ഥ മോദി ഗ്യാരണ്ടി എന്ന്. ഇതാണ് മോദി ഗ്യാരണ്ടി. ദക്ഷിണേന്ത്യക്കാരെ ചവിട്ടി പുറത്താക്കുക. BJPക്കാർ മാത്രമേ ഇനി പാർലമെന്റിൽ പാടുള്ളൂ, കേരളത്തിൽ നിന്നുള്ളടക്കം കോൺഗ്രസ് MPമാരടക്കം അവിടെ വേണ്ട എന്ന ഒരു ഏകാധിപതിയുടെ നിലപാട് അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. പ്രതിപക്ഷത്തിനൊപ്പം സംസ്ഥാന സർക്കാരും അത് ചോദ്യം ചെയ്തിരിക്കുന്നു. നിയമസഭയിലൂടെ ഇതാ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വന്നിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ അനീതിയെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വളരെ വ്യക്തമായി നിയമസഭയിൽ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനി പ്രതിപക്ഷത്തിന് ഇതിൽ എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും വിമർശനം പറയാനുണ്ടെങ്കിൽ വി ഡി സതീശനും പ്രതിപക്ഷവും ഇപ്പോൾ പറഞ്ഞു തീർക്കണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.